നമ്മുടെ കുട്ടികളെ സ്കൂളിൽ ചേർക്കുമ്പോൾ ആ സ്കൂളിലെ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാമെന്ന് മാതാപിതാക്കൾ എഴുതി നൽകാറുണ്ട്. പ്രത്യേകിച്ചും ആ സ്കൂളിലെ യൂണിഫോം ധരിക്കാൻ, അത് അവിടുത്തെ നിയമം നടപ്പാക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. പക്ഷെ ഒരു കുട്ടിക്ക് മാത്രം ഹിജാബ് ധരിക്കണമെന്ന ആവശ്യമാണ് കൊച്ചി പള്ളുരുത്തി സെൻറ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദത്തിന് പിന്നിൽ. ഏറ്റവും ഒടുവിൽ ആ വിദ്യാർത്ഥിനിയെ സ്കൂളിൽ നിന്നും മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു. ഹിജാബ് വിവാദമുണ്ടായ പള്ളുരുത്തി സെൻറ് റീത്ത സ്കൂളിലേക്ക് ഇനി മകളെ വിടുന്നില്ലെന്നാണ് പിതാവ് പറയുന്നത്. സംഘർഷഭരിതമായ സാഹചര്യത്തിൽ കുട്ടിയുടെ TC വാങ്ങുകയാണെന്ന് പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു. TC മേടിച്ച് പോകാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ TC മേടിച്ചു പോയത്. ഒന്ന്, എൻ്റെ മകള് ഹിജാബ് ധരിച്ചു വരുമ്പോൾ കുട്ടികൾക്ക് ഭയമുണ്ടാകുന്നു എന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞത് എൻ്റെ മകൾക്ക് വളരെയധികം വിഷമമുണ്ടാക്കിയ വാക്കാണ്. 2, ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ വ്യക്തമായ അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുകയുണ്ടായിരുന്നു. എന്നാലും എൻ്റെ കുട്ടിയെ അവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം അവിടെ ഒരു സാമുദായിക സംഘർഷം ഉടലെടുക്കാൻ സാധ്യതയുണ്ടായിരുന്നു. പിന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓഫീസിൽ നിന്ന് ഫോൺ വിളിയുണ്ടായിരുന്നു. തുടർ പഠനത്തിന് എന്ത് നിലപാട് വേണമെങ്കിലും എടുക്കാം, എന്ത് സഹായത്തിനും വിളിക്കാം എന്നറിയിച്ചിട്ടുണ്ട്. പരാതിയുമായിട്ട് പോകും. അവിടെ ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി പരാതിയുമായി ഞാൻ പോകുന്നില്ല. മാനേജ്മെന്റ് നിലപാടിനെതിരെ രംഗത്ത് വന്ന വിദ്യാഭ്യാസ മന്ത്രി കുട്ടി സ്കൂളിൽ നിന്ന് പോകുന്നതിന് കാരണക്കാരായവർ മറുപടി പറയേണ്ടി വരുമെന്ന് പ്രതികരിച്ചു. ശിരോവസ്ത്രം ധരിച്ച അധ്യാപിക വിദ്യാർത്ഥിനിക്ക് ശിരോവസ്ത്രം അനുവദിക്കാൻ കഴിയില്ലെന്ന് പറയുന്നത് വിരോധാഭാസമെന്നും മന്ത്രി പറഞ്ഞു. കുട്ടി എന്ത് കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്കൂൾ വിട്ട് പോകുന്നത് എന്നുള്ള കാര്യം പരിശോധന വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. അതിന് കാരണക്കാരായവർ തീർച്ചയായിട്ടും ഗവൺമെന്റിനോട് മറുപടി പറയേണ്ടി വരും. കുട്ടിക്ക് എന്തെങ്കിലും മാനസിക സംഘർഷത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി സ്കൂൾ അധികാരികളായിരിക്കും. ഭരണഘടനയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ അവകാശ നിയമങ്ങളും ദേശീയ വിദ്യാഭ്യാസ നിയമങ്ങളും എല്ലാം ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വിദ്യാഭ്യാസം ചെയ്യുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ. ഇവിടെ നമുക്ക് കാണാൻ ഒരു അത്ഭുതകരമായ കാര്യമാണ്. ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള നിൽക്കുന്ന ടീച്ചറാണ് പിന്നെ കുട്ടിയോട് പറഞ്ഞത് ശിരോവസ്ത്രം ധരിക്കാൻ വേണ്ടി പാടില്ല. അതൊക്കെ ഒരു വിരോധാഭാസമായിട്ട് മാത്രമേ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയൂ. അതേസമയം സ്കൂളിലെ നിയമങ്ങൾ പാലിച്ചു വന്നാൽ കുട്ടിക്ക് സ്കൂളിൽ തുടർന്നും പഠിക്കാമെന്ന് പ്രധാന അധ്യാപിക സിസ്റ്റർ ഹെരീന ആൽബി പറഞ്ഞു. കുട്ടി സ്കൂളിൽ നിന്ന് പോകുന്നത് സംബന്ധിച്ച് അറിയില്ലെന്നും പ്രിൻസിപ്പൽ കൂട്ടിച്ചേർത്തു. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറും അദ്ദേഹത്തിന്റെ സെക്രട്ടറിയും ആദ്യ ദിനങ്ങളിൽ സ്കൂളിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് വസ്തുതകൾ ആരാഞ്ഞിരുന്നു. ഒരു വിദ്യാലയവും വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹായ സഹകരണങ്ങൾ ഇല്ലാതെ നല്ല രീതിയിൽ നടന്നു പോവുക ക്ലേശകരമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. ഇന്നോളം നൽകിയ എല്ലാ സപ്പോർട്ടിനും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറിന് നന്ദി അറിയിക്കുന്നു. ഇവിടുത്തെ ഈ സ്കൂളിലെ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥിനി വന്നാൽ ആദ്യ ദിനം വന്ന അതേ സ്നേഹത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാകുവോളം ആ കുഞ്ഞിനെ വിദ്യ നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. We are wholeheartedly ready for that. We hope the best will happen. സെയിന്റ് റീറ്റാസിലെ കുട്ടികൾക്ക് ഞങ്ങളാൽ ആവും വിധം നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു ഫുള്ളി ഇന്ത്യൻ വേ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. കോടതിയുടെ മുന്നിലിരിക്കുന്നതാണ് പല വിഷയങ്ങളും. ഇപ്പോൾ പറയാൻ ഞാൻ അതിന് മുതിരുന്നില്ല. നിയമം അതിന്റെ വഴിക്ക് തന്നെ പോകട്ടെ. കോടതിയെയും സർക്കാരിനെയും എന്നും ബഹുമാനിച്ചിട്ടാണ് പോയിട്ടുള്ളത്. അത് തുടരുകയും ചെയ്യും. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശും ഡാനി പോളും ചേരുന്നുണ്ട്. ആദ്യം നവമിയിലേക്കാണ്. നവമി, എന്തായാലും വിദ്യാർത്ഥിനിയെ സ്കൂളിൽ നിന്നും മാറ്റാൻ രക്ഷിതാക്കൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതോടെ ഈ ഹിജാബ് വിവാദത്തിന് പൂർണ്ണമായും ഒരവസാനമായി എന്ന് പ്രതീക്ഷിക്കാമോ? ഏറെക്കുറെ നമുക്ക് അങ്ങനെ തന്നെ പറയാം. ഈ ഒരു വിഷയം ഇതോടുകൂടി അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കാരണം കുട്ടിയെ TC മാറ്റി മറ്റൊരു സ്കൂളിലേക്ക് മാറ്റുന്നതിനായി പിതാവ് തീരുമാനിച്ചിരിക്കുകയാണ്.
കുട്ടി ശിരോവസ്ത്രം ധരിക്കാതെ സ്കൂളിലേക്ക് വരുമെന്ന് ഉറപ്പാണെങ്കിൽ സ്കൂളിൽ പഠിപ്പിക്കാം എന്ന രീതിയിൽ തന്നെയാണ് അധ്യാപകരും മാനേജ്മെന്റും തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തായാലും കുട്ടി തിരിച്ച് ആ സ്കൂളിലേക്ക് വരികയില്ല എന്ന തീരുമാനത്തിലെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ഈ ഒരു വിവാദം ഏകദേശം അവസാനിക്കുന്ന മട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഈ വിഷയം ഇത്രയും ആളിക്കത്തിയതിന് പിന്നിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ആദ്യത്തെ ഒരു പരാമർശം തന്നെയാണ്. ഈ ഹൈബിയുടെ എംപിയും അതോടൊപ്പം തന്നെ മുഹമ്മദ് ഷിയാസും, എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും ഈ വിഷയം തുടങ്ങിയത് മുതൽ തന്നെ കുട്ടിയുടെ പിതാവിനെ പോയി കാണുകയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട അവരുടെ കാര്യങ്ങൾ ബോധിപ്പിക്കുകയും സ്കൂളിന്റെ നിയമം അനുസരിച്ച് പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ അടക്കം വിധികളുണ്ട്, പ്രസ്താവനകളുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സ്കൂളിന് എന്താണോ സ്കൂളിപ്പോൾ പറയുന്ന നിലപാട് അതിൽ എത്രത്തോളം കഴമ്പുണ്ടെന്ന് കൃത്യമായി തന്നെ കുട്ടിയുടെ പിതാവിനെ ബോധിപ്പിച്ചതാണ്. ആ സമയത്ത് അവർ സമ്മതിച്ചതുമാണ്. കുട്ടിയും അക്കാര്യം സമ്മതിക്കുന്നു. കാരണം കുട്ടിയുടെ സുഹൃത്തുക്കൾ സഹപാഠികൾ ഉള്ളിടത്താണ്, ഒരുപാട് നാളായി പഠിക്കുന്ന സ്കൂൾ തന്നെയാണ്. അപ്പോൾ അവരെ വിട്ട് പിരിയുന്നതിന് ബുദ്ധിമുട്ട് കുട്ടിക്കുമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ താൻ ഇവിടെ തുടർന്ന് തന്നെ പഠിക്കാമെന്ന നിലപാട് തന്നെയാണ് കുട്ടിയും സ്വീകരിച്ചിരുന്നത്. കുട്ടിയുടെ പിതാവിനും അത് സമ്മതമായിരുന്നു. പക്ഷെ പിന്നീട് വിദ്യാഭ്യാസ മന്ത്രിയുടെ അന്ന് വൈകുന്നേരത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം സ്കൂൾ മാനേജ്മെന്റിനെ കടുത്ത നിലയിൽ വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി. PTA വിമർശിക്കുന്നു. കുട്ടിയുടെ പിതാവ് ചോദിച്ചത് അല്ലെങ്കിൽ കുട്ടിയുടെ അവകാശത്തെ ലംഘിക്കുന്ന സ്കൂൾ മാനേജ്മെന്റിന്റെ നിലപാടിനെതിരെ കടുത്ത ഭാഷയിൽ തന്നെ വിദ്യാഭ്യാസ മന്ത്രി വിമർശിച്ചതോടുകൂടിയാണ് ഈ വിഷയം വീണ്ടും ഇത്രയേറെ ആളിക്കത്താൻ കാരണം. അത് പല രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് SDPI പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇത് വലിയ ഒരു ആയുധമാക്കിയെടുത്തു. അത് വലിയ ഒരു സമൂഹത്തിൽ ഒരു വർഗീയ ധ്രുവീകരണത്തിലേക്ക് കടക്കുന്ന തരത്തിലേക്ക് പോലും ഈ ഒരു പരാമർശങ്ങൾ അതിക്രമിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അങ്ങനെയാണ് പിന്നീട് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറുകയും ഹിജാബ് ധരിച്ചു തന്നെ കുട്ടി സ്കൂളിലേക്ക് എത്തുമെന്ന നിലപാടിലേക്ക് എത്തുകയും ചെയ്തത്. പക്ഷേ മാനേജ്മെന്റ് അപ്പോഴും തങ്ങളുടെ നിലപാടിൽ നിന്ന് മാറ്റമുണ്ടായില്ല. ഹിജാബ് സ്കൂളിന്റെ നിയമം അനുസരിച്ച് തന്നെ കുട്ടി സ്കൂളിലേക്ക് വരണം എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. പിന്നീട് പല തരത്തിലുള്ള ചർച്ചകളും ഒക്കെ ഇതിനു പിന്നാലെ നടന്നുവെങ്കിൽ പോലും ഇരുവരും അവരുടെ നിലപാടിൽ നിന്ന് മാറാൻ തയ്യാറായിട്ടില്ല. എന്തായാലും കുട്ടിയുടെ പിതാവിന്മേൽ ഒരു ബാഹ്യശക്തിയുടെ ഇടപെടൽ സ്ഥിരീകരിക്കുന്നുമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും ഇന്നലെയൊക്കെ രാവിലെ ഒരു സമവായ ചർച്ചയിലേക്ക് ഒരു സാധ്യതയൊക്കെ നമ്മൾ കണക്കാക്കിയിരുന്നു. പ്രത്യേകിച്ച് KCBC അടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയും ഈ സർക്കാർ തലത്തിലേക്ക് ചർച്ച നടത്തുകയും ഇത് സർക്കാരിന്റെ സമവായത്തിൽ അല്ലെങ്കിൽ സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് ഈ വിഷയം എത്രയും വേഗം അവസാനിപ്പിക്കണം എന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയും ചെയ്തു. പക്ഷെ വൈകുന്നേരം വീണ്ടും വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം ആ നിലപാടിൽ നിന്ന് മാറാൻ തയ്യാറായില്ല. വീണ്ടും മാനേജ്മെന്റിനെയും PTA-യും അഭിഭാഷകയും ഒക്കെ വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ വിമർശിക്കുകയും പല പരാമർശങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും മാനേജ്മെന്റ് ആ ഒരു നിലപാടിൽ നിന്ന് പിന്മാറുകയില്ല. പിന്നീട് പരസ്യ പ്രതികരണങ്ങളിലേക്ക്, ഇന്നലത്തെ ഒരു ദിവസം പരസ്യ പ്രതികരണത്തിലേക്ക് ഇരു കൂട്ടരും തയ്യാറായതുമില്ല. ഇന്ന് രാവിലെ ആണ് കുട്ടിയുടെ പിതാവ് ഫേസ്ബുക്കിലൂടെ ഇക്കാര്യം അറിയിച്ചത്. കുട്ടിയെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ്, TC വാങ്ങുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വലിയ മാനസിക വിഷമം ഉണ്ടാക്കി. കുട്ടിയെ ആ സ്കൂളിൽ തുടർന്ന് പഠിക്കുന്നതിനുമൊക്കെ വലിയ വേദന ഉണ്ടാക്കി. ഇനി അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് തന്നെയാണ് കുട്ടിയുടെയും തീരുമാനം. അതോടൊപ്പം തങ്ങളുടെ ഈ ഒരു നിലപാട് അല്ലെങ്കിൽ കുട്ടിയുടെ മൗലിക അവകാശത്തിൽ പോലും മറ്റൊരു തരത്തിലേക്ക് വർഗീയവൽക്കരിക്കുന്ന ഈ ഒരു രീതിയോട് അവർക്ക് താല്പര്യമില്ല. അങ്ങനെ ഒരു ആ രീതിയിലേക്കും അല്ല ഈ കുട്ടിയുടെ മാതാപിതാക്കൾ കാര്യങ്ങൾ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ കുട്ടിയെ അത് തന്നെയാണ് നവമി സൂചിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ഈ പ്രശ്നം ഇത്രയും വഷളാക്കിയതിന്റെ ഉത്തരവാദിത്വം വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിക്ക് തന്നെയാണെന്ന് തുറന്നു പറയേണ്ടി വരും. കാരണം ഈ വിവാദമുണ്ടായ ആദ്യത്തെ ദിവസത്തെ ഒരു സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടൊരു യുവാവ്, അത് അയാളുടെ രാഷ്ട്രീയ പശ്ചാത്തലം അറിയില്ല, ഏതെങ്കിലും ബാക്കി ഇടപെടലിന്റെ ഭാഗമായിട്ട് വന്ന വ്യക്തിയാണോ എന്നറിയില്ല. പക്ഷെ അയാൾ ചോദിച്ച ചോദ്യം ഇതായിരുന്നു: ശിരോവസ്ത്രം ധരിച്ച സ്കൂൾ അധികൃതർക്ക്, പ്രിൻസിപ്പളിന് എങ്ങനെയാണ് ശിരോവസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് ഒരു വിദ്യാർത്ഥിയോട് പറയാൻ കഴിയുക എന്ന്? ഇതാണ് SDPI ഉന്നയിക്കുന്നത്. ഇന്ന് സമസ്ത ഉന്നയിച്ചത്. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ കാര്യവും അതേപോലെ തന്നെ, അതായത് ആദ്യത്തെ ദിവസം ഉയർത്തിയ ഈ വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾക്കൊപ്പം എത്തിയ ആ വ്യക്തി, ആ യുവാവ് പറഞ്ഞ അതേ വാക്കുകൾ തന്നെയാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞത്. അതായത് മന്ത്രിയുടെ വാക്കുകൾ തന്നെ ഒരു വിരോധാഭാസം ഉണ്ട് എന്ന് തോന്നി. ഡാനി പോളിലേക്ക്. ഡാനി, ഇവിടെ ഇന്ന് V. ശിവൻകുട്ടി പറഞ്ഞ കാര്യം ഇതാണ്: ശിരോവസ്ത്രം ധരിച്ച വിദ്യാർത്ഥിനിക്ക് ശിരോവസ്ത്രം അനുവദിക്കാൻ കഴിയില്ലെന്ന് എങ്ങനെ പറയാൻ കഴിയുമെന്ന്. അതായത് നമുക്കറിയാം, അധ്യാപകർക്ക് സ്കൂളിൽ യൂണിഫോം വേണ്ട. കാരണം അവിടെ സാരി ധരിച്ചു വരാം, ചുരിദാർ ധരിച്ചു വരാം, അല്ലെങ്കിൽ അധ്യാപകർക്കാണെങ്കിൽ മുണ്ട് ധരിക്കാം.
പക്ഷേ അങ്ങനെ ഞങ്ങൾക്കും അതേപോലെ വേണം എന്ന് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ അവരുടെ കുടുംബം ആവശ്യപ്പെടാൻ കഴിയുമോ? വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും യൂണിഫോം, പ്രത്യേകിച്ചും ഇത് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ സ്കൂൾ ആ രീതിയിലുള്ള ഒരു നടപടിയിലേക്ക് കടന്നത്. സ്കൂളിന് അത്തരത്തിലൊരു അധികാരമുണ്ട്. പക്ഷെ ഇവിടെ മന്ത്രി ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കുമോ? മന്ത്രിയുടെ വാക്കുകൾ തന്നെയല്ലേ, പ്രസ്താവനകൾ തന്നെയല്ലേ പ്രശ്നം ഇത്രയും വഷളാകാൻ കാരണമായത്? ഡാനി, ഇതിൽ തുടക്കത്തിൽ മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പ്രശ്നം. ഇതൊരു സങ്കീർണതയിലേക്ക് കൂടുതൽ കൊണ്ടുപോകുന്നത്. കാരണം ഇത് ഒരു തരത്തിൽ ഈ വിഷയം അവസാനിച്ചതാണ്, അല്ലെങ്കിൽ ചർച്ച ചെയ്ത് തീർത്തതാണ് എന്നത് പറയാം. അതിന് ഈ മാനേജ്മെൻറ്റായിട്ട് ഔദ്യോഗിക തലത്തിലുള്ളൊരു സംഭാഷണങ്ങൾ നടത്തിയില്ല എന്നതെല്ലാം തന്നെ പറയുമ്പോൾ പോലും ഈ വിഷയം അവസാനിച്ചോ എന്ന് ചോദിച്ചാൽ അവസാനിച്ചു എന്ന് തന്നെ നിസ്സംശയം പറയാവുന്നൊരു സാഹചര്യമായിരുന്നു. അത് ആര് മുൻകൈ എടുത്തു എന്ന് ചോദിച്ചാൽ ഈ സ്ഥലത്തെ MP തന്നെയാണ് അതിന് മുൻകൈ എടുത്തത്. അദ്ദേഹത്തെ അതിൽ കുറച്ച് കാണേണ്ട ഒരു കാര്യവുമില്ല, അതിൽ മറ്റൊരു രാഷ്ട്രീയം കലർത്തേണ്ട കാര്യവുമില്ല. വളരെ സങ്കീർണതയോടുകൂടി ഒരുപക്ഷെ ഈ പല കോണുകളിൽ നിന്നും ഇപ്പോൾ പറയുന്നത് പോലെ സമുദായ ഒരു ധ്രുവീകരണം തന്നെ സംഭവിക്കാവുന്ന ഒരു വിഷയത്തിലേക്ക് വലിയ രീതിയിലേക്ക് പോകാതെ തന്നെ തുടക്കത്തിൽ തന്നെ അത് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു എന്നത് നമ്മൾ ശ്രദ്ധയോടെ കാണേണ്ടതാണ്. അവിടെ നിന്നുമാണ് ഈ വിഷയത്തിന് പിന്നീടൊരു യൂട്ടേൺ ഉണ്ടാകുന്നത്. അവിടെ നിന്ന് വീണ്ടും സങ്കീർണതകളിലേക്ക് വഴിതിരിച്ചു വിടുന്നെങ്കിൽ അതിൽ ഒരു കാരണവുമായി വന്നിരുന്ന ഇതിൽ മന്ത്രിയുടെ ഒരു പ്രസ്താവനകൾ അടക്കം തന്നെയായിരുന്നു. പിന്നീട് അങ്ങോട്ട് മന്ത്രി ഒരല്പം മയപ്പെടുത്തിയെങ്കിലും അതിൽ ഒരു പിടിവാശിയെ അപ്പോഴും എപ്പോഴും എല്ലാം തന്നെ അദ്ദേഹം പിന്തുടരുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. ചില കാര്യങ്ങളിൽ അത് അദ്ദേഹം പുലർത്തിയ ഒരു നിലപാടുകളുണ്ട്. ചില കാര്യങ്ങൾ അത് മൗലിക അവകാശങ്ങൾ എന്നെല്ലാം തന്നെ പറയുമ്പോഴും അത് മറുഭാഗത്തെയും പ്രകോപിപ്പിക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെ പലപ്പോഴും പോയതായിട്ട് തന്നെ ആക്ഷേപങ്ങൾ ഉയരുകയും ചെയ്തിട്ടുണ്ട്. അത് അവസാനിച്ചെടുത്തുന്ന വീണ്ടും തുടരാൻ അതിന് ഒരു ഇന്ധനമായത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന തന്നെയായിരുന്നു. ഏതായാലും ഈ ടോമി ഇക്കാര്യത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇതിൽ STPയെയും അതോടൊപ്പം തന്നെ പിന്നീട് മന്ത്രിയും എല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ചില കോണുകളിൽ എല്ലാം ഒരേ കാര്യങ്ങൾ തന്നെ എന്ന് പറയുന്നു. അധ്യാപകർ ശിരോവസ്ത്രത്തെക്കുറിച്ച് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെ ഒരു അധ്യാപകർക്ക് ഒരു ഡ്രസ് കോഡ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇവിടെ വന്നിട്ടില്ല. പക്ഷേ അതേസമയം തന്നെ ഇതൊരു CBSE സ്കൂൾ ആണ് ഇത് നടത്തുന്നത്. അവർ വളരെ കൃത്യമായിട്ട് തന്നെ അവരത് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഏത് രീതിയിലുള്ള ഒരു വസ്ത്രദാനമായിരിക്കണമെന്നത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് അത് ഒപ്പിട്ട് വാങ്ങിച്ച ഇതെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് പിന്നീട് ഇതിലേക്കെല്ലാം തന്നെ പോകുന്നത്, ഈ അധ്യയനത്തിലേക്കെല്ലാം തന്നെ പോവുകയും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം സ്വീകരിച്ചുകൊണ്ട് തന്നെ ഈ നിയമാവലി എന്താണെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ സ്കൂളിലേക്ക് ഈ സെൻറ്റ് റീത്താസിലേക്ക് വരുന്നതും അധ്യയനം തുടരുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. വളരെ അപ്പോൾ അത് മനസ്സിലാകാത്ത ഒരാളല്ല. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെയെല്ലാം സംഭവിച്ചു എന്ന് ചോദിക്കുന്നിടത്തു നിന്നാണ് ഇതിൽ പുറമേ നിന്നുള്ള ആരുടെയെങ്കിലും പ്രേരണയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വളരെ ഗുരുതരമായ ചോദ്യങ്ങൾ ഉയരുകയും ചെയ്യുന്നത്. അതെന്തായാലും അതിനെക്കുറിച്ച് നമുക്കും അറിയാത്ത കാര്യമാണ്. ആരെങ്കിലും ഇതിൽ പ്രേരിപ്പിക്കപ്പെടുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ. പക്ഷേ അവിടെ ഈ കാര്യത്തിൽ തുടക്കത്തിൽ തന്നെ SDPI അടക്കമുള്ള ആളുകൾ ഇടപെട്ടിരുന്നുവെന്ന് വിദ്യാലയത്തിൽ നിന്ന് തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ആദ്യം അധ്യാപക രക്ഷകർത്താവിനോട് സംസാരിച്ചപ്പോൾ തൊട്ടടുത്ത ദിവസം ഇതിന് ഈ കാര്യങ്ങളിൽ കൂടുതൽ വിശദീകരണവും അതോടൊപ്പം തന്നെ ഈ മാനേജ്മെൻറ്റിനോട് കൂടുതൽ ചോദ്യങ്ങളുമായി എത്തുന്നത് SDPI സംഘടന പോലുള്ളവരാണ് ഇതിലേക്ക് എത്തുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അത്തരം ഒരു രീതി അവിടെ അനുവർത്തിക്കപ്പെട്ടു എന്നതാണ് വളരെ ഗുരുതരമായ ഒരു ചോദ്യമായി ഉയരുന്നത്. ആ സങ്കീർണതകളിലാണ് ഇത് പരിഹരിക്കപ്പെടാനുള്ള ഒരു എളുപ്പ വഴി അല്ലെങ്കിൽ ഒരു ചർച്ച എന്ന രീതിയിലടക്കം സ്ഥലം MP അടക്കം ഇടപെടുകയും അത് അന്ന് തീർന്നു എന്ന് പറയുകയും കുട്ടി അവിടെ തുടർന്ന് പഠിക്കും, ഈ നിയമാവലിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നെല്ലാം തന്നെ പറയുന്നിടത്ത് നിന്ന് ഈ മന്ത്രിയുടെ അന്നത്തെ ഒരു പ്രസ്താവനയോടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശത്തോടു കൂടിയാണ് പിന്നീട് കാര്യങ്ങൾ കൈവിടുകയും ചെയ്യുന്നത്. അപ്പം വിദ്യാലയത്തിൻ്റെ ഭാഗത്തു നിന്നുമുള്ള പ്രസ്താവനകളുണ്ടായിരുന്നു. അതെല്ലാം ഈ ഒരു കാര്യങ്ങൾ ലഘൂകരിക്കപ്പെടുന്ന രീതിയിലേക്കല്ല അതെല്ലാം തന്നെ പോയത്, കൂടുതൽ സങ്കീർണമാക്കപ്പെടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളെല്ലാം തന്നെ പോവുകയും ചെയ്യുന്നത്. ഏതായാലും ഇപ്പോൾ ഇക്കാര്യത്തിലെല്ലാം ഒരു പൂർണ്ണതയിലേക്ക് വന്നു എന്ന് തന്നെ നമുക്ക് അല്പം കൂടെ പക്വതയോടുകൂടി നമ്മുടെ ഭരണ നേതൃത്വവും മറ്റും ഇവിടെ പ്രസ്താവന നടത്തേണ്ടതായിരുന്നു, ഈ വിഷയത്തിൽ ഇടപെടേണ്ടതായിരുന്നു. കാരണം ഹൈബീഡൻ MP അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഒരു സമവായ ചർച്ച നടത്തി പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ നോക്കിയപ്പോഴാണ് മന്ത്രി V. ശിവൻകുട്ടിയുടെ വാക്കുകൾ ഈ കാര്യങ്ങൾ ഇത്രയധികം വഷളാക്കാനുള്ള കാരണമെന്ന് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നവമി ദിനേശിലേക്ക്. നവമി, എന്തായാലും മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സ്കൂളിൻ്റെ തീരുമാനം. അതായത് മന്ത്രി പറഞ്ഞത്, കഴിഞ്ഞ ദിവസം പറഞ്ഞു ഈ സ്കൂളിന് NOC കൊടുക്കണോ വേണ്ടോ എന്നുള്ള കാര്യം പോലും വിദ്യാഭ്യാസ വകുപ്പാണ് തീരുമാനിക്കേണ്ടതെന്ന്.
സ്കൂളിൻ്റെ നിലവിലെ തീരുമാനം എന്താണ്? ഈ പ്രശ്നം ഒരു പരിധിവരെ, അതായത് ഒരു പരിധിവരെയും പരിഹരിക്കപ്പെട്ടു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ അതിനപ്പുറം ഒരു നിയമ നടപടിയുമായിട്ട് സ്കൂൾ അധികൃതർ മുന്നോട്ട് പോകുന്നുണ്ടോ? മന്ത്രിയുടെ അന്നത്തെ പത്രസമ്മേളനത്തിൽ സ്കൂളിന് NOC നൽകണമോ എന്ന കാര്യം ആലോചിക്കാം എന്ന തരത്തിലുള്ള പരാമർശം പോലും ഒരു ഭീഷണിയുടെ സ്വരം തന്നെയാണ്. അത് ആ സമയത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്തായാലും സ്കൂള് ആവർത്തിച്ച് പറയുന്നത്, മന്ത്രി ആദ്യം പറഞ്ഞത് മന്ത്രിക്ക് ലഭിച്ച റിപ്പോർട്ട് പ്രകാരം കുട്ടിയെ സ്കൂളിനെ കയറ്റിയില്ല എന്നുള്ളതാണ്. അതായത് ശിരോവസ്ത്രം ധരിച്ചെത്തിയ കുട്ടിയെ സ്കൂളിലേക്ക് കയറ്റിയില്ല, പുറത്തു നിർത്തിയെന്ന റിപ്പോർട്ടാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് ലഭിച്ചത്. അത് തെറ്റാണെന്ന് തന്നെയാണ് തുടക്കം മുതൽ സ്കൂൾ മാനേജ്മെന്റ് ആവർത്തിക്കുന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങളടക്കം അവർക്ക് ലഭിച്ചിട്ടുമുണ്ട്, അവരുടെ കയ്യിലുണ്ട്. അതും കോടതിയിൽ സമർപ്പിക്കും. ആർട്സ് ഡേക്ക് ഉൾപ്പെടെ കുട്ടി ശിരോവസ്ത്രം ധരിച്ചെത്തുന്നതും ആ ആർട്സ് ഡേയിൽ പങ്കെടുക്കുന്നതുമെല്ലാം അവരുടെ പക്കൽ ദൃശ്യങ്ങളുണ്ട്. കുട്ടിയുടെ മാതാപിതാക്കളോട് ഇക്കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. വീണ്ടും ശിരോവസ്ത്രം ധരിച്ചു വരുമ്പോൾ പലതവണ കുട്ടിയുടെ അങ്ങനെ വരരുത് എന്ന് പറഞ്ഞിട്ട് പോലും കുട്ടി അത് വരുന്നുണ്ട്. കുട്ടിയുടെ മാതാപിതാക്കളെ ഇക്കാര്യം വിളിച്ച് അറിയിക്കുന്നുണ്ട്. പിന്നീട് ഒരു ചർച്ച നടത്തുമ്പോഴാണ് അവരോടൊപ്പം SDPയുടെ ആളുകളെ കൂടി സ്കൂളിലേക്ക് എത്തിക്കുകയും അവർ ഒരു ഭീഷണി എന്ന രീതിയിൽ തന്നെ സിസ്റ്റർമാരോടും, അതായത് പ്രിൻസിപ്പലിനോടും മറ്റ് അധ്യാപകരോടുമൊക്കെ ഒരു ഭീഷണിയുടെ സ്വരത്തിലുള്ള സംഭാഷണമായിരുന്നു അവരവിടെ നടത്തിയതെന്ന് തുടക്കം മുതൽ തന്നെ മാനേജ്മെന്റും പ്രിൻസിപ്പലും ഒക്കെ ആവർത്തിക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങൾ കോടതിയെ ബോധിപ്പിക്കാനാണ് സ്കൂളിന്റെ തീരുമാനം. അതായത് മന്ത്രി പറഞ്ഞത് തെറ്റായ കാര്യമാണ്. സ്കൂളിൽ നിന്നും അങ്ങനെ ഒരു കുട്ടിയെ ഹിജാബ് ധരിച്ചെത്തി എന്നതിന്റെ പേരിൽ കുട്ടിയെ സ്കൂളിലേക്ക് കയറ്റാതെ ഇരുന്നിട്ടില്ല, അല്ലെങ്കിൽ കുട്ടിയെ പുറത്ത് നിർത്തിയിട്ടില്ല എന്ന് തന്നെയാണ് അവരുടെ വാദം. അതിന്റെ CCTV ദൃശ്യങ്ങളടക്കം രേഖകളടക്കം സമർപ്പിക്കുമെന്ന് തന്നെയാണ് അഭിഭാഷകരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും കോടതിയിൽ ഈ ഹർജി ഇവർ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയും പ്രിൻസിപ്പൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അത് പറഞ്ഞു, നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കാര്യമായതിനാൽ കൂടുതലൊന്നും സംസാരിക്കാനില്ല. നിയമം ആ വഴിക്ക് തന്നെ പോകട്ടെ, അതിനുശേഷമൊക്കെ കൂടുതൽ കാര്യങ്ങൾ പറയാം എന്നാണ് പ്രിൻസിപ്പൽ പറഞ്ഞത്. ഇന്നും കുട്ടിയുടെ പിതാവും അഭിഭാഷകനുമായിരുന്നു ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടത്. അവരും പറയുന്നത് നിയമ നടപടിയുമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ്. എന്തായാലും കോടതിയുടെ പരിഗണനയിലാണ് ഈ വിഷയം ഇരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട കോടതിയുടെ കൃത്യമായിട്ടുള്ള ഉത്തരവ് വന്നതാണ്. സ്കൂളിലെ നിയമങ്ങൾ, കുട്ടികൾ പാലിക്കേണ്ട നിയമങ്ങൾ അതെന്തൊക്കെയാണെന്ന് മാനേജ്മെന്റിന് തന്നെ തീരുമാനിക്കാമെന്ന കാര്യം കോടതി നേരത്തെ തന്നെ പരാമർശിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഒരു ഉത്തരവ് നിലനിൽക്കുമ്പോൾ തന്നെയാണ് വീണ്ടും ഈ ഒരു ഹിജാബ് ധരിച്ചെത്തുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളിലേക്ക് ചെന്നെത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഹർജി ഇനി പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്ന പരാമർശങ്ങൾ എന്നതാണ് ഉറ്റുനോക്കുന്നത്. വ്യക്തമാണ്. നവമി ദിനേശും ഡാനി പോളുമാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.